السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله وبه نستعين وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحابته أجمعين ثم أما بعد. സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കണമെന്ന് ഉണർത്തുകയും ദീനിന്റെ പേരിൽ ഉപദേശിക്കുകയുമാണ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വഅലൈഹി വസല്ലമ തങ്ങളുടെ മൗലമാരെ കുറിച്ചാണ്. മൗലമാർ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കീഴിലുണ്ടായിരുന്ന അടിമകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവർക്ക് മോചനം നൽകിയിട്ടും അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗലമാരായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സേവനം അനുഷ്ഠിച്ച് ജീവിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്താകുന്നതിന് മുമ്പ് തന്നെ തൻ്റെ കീഴിലുള്ള എല്ലാ അടിമകളെയും മോചിപ്പിച്ചിരുന്നു. ഈ മൗലമാരിൽ ചിലർ പ്രസിദ്ധരാണ്. എന്നാൽ മറ്റു ചിലരുടെ പേരുകൾ ചരിത്രത്തിൽ പരാമർശിക്കുകയല്ലാതെ അവരെക്കുറിച്ചുള്ള വിസ്തരിച്ചുള്ള ചരിത്രം കാണുവാൻ സാധിക്കുകയില്ല. സെയ്ദ് ഇബ്നു ഹാരിസ, ഉസാമ ഇബ്നു സെയ്ദ്, ഐമൻ, അസ്ലം ഇബ്നു ഉബൈദ്, അബൂ റാഫിഅ, സൗബാൻ, അബൂ മസ്റൂഹ്, ഷഖറാൻ, യസാർ, റബാഹ്, ഫുദാല, അബൂ കബ്ഷ, ത്വഹ്മാൻ, അബൂ സമഹ്, കൈസാൻ, അഫ്ലഹ്, മിദ്അം, കിർകിറ, അബൂ മുവൈഹിബ, ദക്വാൻ, അബൂ ലുബാബ, മർവാൻ, ഇങ്ങനെ തുടങ്ങി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അടിമകളായിട്ട്, തിരുനബിയുടെ കീഴിൽ മൗലകളായിട്ട് കുറെ പേരുണ്ടായിരുന്നു. ഇതിൽ സെയ്ദ് ഇബ്നു ഹാരിസ, ഉസാമ ഇബ്നു സെയ്ദ്, അതേപോലെ ഷഖറാൻ, സൗബാൻ, മെഹ്റാൻ തുടങ്ങിയവർ, അവരുമായി ബന്ധപ്പെട്ട ചില ചരിത്രങ്ങളുണ്ട്. അത് ഇവിടെ നമ്മൾ അനുസ്മരിക്കുന്നത് അനുചിതമാണ്. സെയ്ദ് ഇബ്നു ഹാരിസ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏറ്റവും പ്രസിദ്ധനായ മൗലയാണ്. സെയ്ദ് ഖദീജ റളിയല്ലാഹു തആല അൻഹുവിന്റെ അടിമയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖദീജയെ കല്യാണം കഴിച്ചതിൽ പിന്നെ സെയ്ദിനെ ഖദീജ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സമ്മാനിച്ചു. അങ്ങനെ നബിക്ക് സേവനം അനുഷ്ഠിച്ചുകൊണ്ട് സെയ്ദ് ജീവിക്കുകയാണ്. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നുബുവത്ത് ലഭിച്ചിരുന്നില്ല. സെയ്ദ് യഥാർത്ഥത്തിൽ ബനു കെൽബ് ഗോത്രക്കാരനാണ്. അദ്ദേഹം അടിമയായിരുന്നില്ല. അദ്ദേഹത്തെ ചില അറേബ്യൻ ഗോത്രക്കാർ അടിമയാക്കി പിടിച്ചു കൊണ്ടുവന്നതാണ്. അതുകൊണ്ട് തന്നെ സെയ്ദിന്റെ ഉപ്പ ഹാരിസയും പിതൃ സഹോദരനും അതേപോലെ അദ്ദേഹത്തിന്റെ സഹോദരനുമൊക്കെ സെയ്ദിനെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു. തങ്ങളെ മകൻ എവിടെ പോയി കാണാനില്ല. സെയ്ദിന്റെ ഉമ്മ കവിയത്രിയായിരുന്നു. പുത്രവിയോഗത്തിൽ അവർ സങ്കടപ്പെട്ട് കുറെ കവിത രചിച്ചിട്ടുണ്ട്. പിന്നീടാണ് മക്കയിൽ മുഹമ്മദ് എന്ന വ്യക്തിയുടെ കീഴിൽ തന്റെ മകൻ അടിമയാണ് എന്ന വിവരം ഹാരിസക്ക് ലഭിക്കുന്നത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക്, അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നുബുവത്ത് ലഭിച്ചിട്ടില്ല, ഹാരിസ സഹോദരനോടൊപ്പം മകനോടൊപ്പം വന്ന് അങ്ങനെ ഖുറൈശികളുടെ സദസ്സിൽ വന്നിട്ട് അവർ ആവശ്യപ്പെടാണ്, മുഹമ്മദിന്റെ അടുക്കൽ ഞങ്ങളുടെ മകനുണ്ട് സെയ്ദ്, അതുകൊണ്ട് ആ സെയ്ദിനെ ഞങ്ങളോടൊപ്പം പറഞ്ഞു വിടാൻ മനസ്സ് കാണിക്കണം. അങ്ങനെ ഖുറൈശികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിച്ചു. അങ്ങനെ നബിയോട് പിതാവിന്റെ ആവശ്യം പറഞ്ഞ്, സെയ്ദിന്റെ വാപ്പാന്റെ ആവശ്യം പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സെയ്ദിനെ വിളിച്ചിട്ട് സെയ്ദിന് സ്വാതന്ത്ര്യം നൽകി. സെയ്ദിന് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം, വാപ്പാന്റെ കൂടെ പോണെങ്കിൽ പോകാം, അല്ല ഇവിടെ ജീവിക്കണമെങ്കിൽ ജീവിക്കാം. ഈ സമയത്ത് ഖുറൈശികളുടെ മുമ്പിൽ വെച്ച് സെയ്ദ് പ്രഖ്യാപിക്കുകയാണ്, എനിക്ക് മുഹമ്മദിന്റെ കൂടെ ജീവിച്ചാൽ മതി. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ യശസ് ഉയർത്തുകയായിരുന്നു യഥാർത്ഥത്തിൽ. കാരണം സ്വന്തം വാപ്പാന്റെ സഹോദരനെ സാക്ഷിയാക്കിയിട്ട് പറയാണ്, ഞാൻ വരുന്നില്ല, എനിക്ക് മുഹമ്മദിന്റെ കൂടെ ജീവിച്ചാൽ മതി എന്ന്.
അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങളെ പരിഗണിക്കുകയും തിരുനബിയെ പരിഗണിച്ചത് കാരണത്താൽ നബി സല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങൾ അന്ന് മുതൽ പ്രഖ്യാപിച്ചത്, ഞാൻ മരിച്ചാൽ സെയ്ദ് എന്നെ അനന്തരമെടുക്കും, സെയ്ദ് മരിച്ചാൽ സെയ്ദിനെ ഞാൻ അനന്തരമെടുക്കും, സെയ്ദ് എൻ്റെ മകനാണ്. അങ്ങനെയാണ് സെയ്ദ് ബിനു ഹാരിസ പിന്നീട് മക്കയിൽ സെയ്ദ് ബിനു മുഹമ്മദ് എന്ന പേരിൽ പ്രസിദ്ധനായത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ സന്ദർഭത്തിലുണ്ടായ സന്തോഷം വളരെ വലുതാണ്. വിശുദ്ധ ഖുർആനിൽ റസൂലുള്ളാഹിന്റെ ലക്ഷത്തിൽ പരം സഹാബികളിൽ പേര് പറയപ്പെട്ട ഏക സഹാബി സെയ്ദ് മാത്രമാണ്. എന്തുകൊണ്ടാണ് ഈ സെയ്ദിന്റെ പേര് വിശുദ്ധ ഖുർആനിൽ പരാമർശിക്കപ്പെട്ടത്? സെയ്ദ് മാത്രമാണല്ലോ പരാമർശിക്കപ്പെട്ടത് സഹാബികളിൽ. എന്തുകൊണ്ട്? അത് അള്ളാഹുവിന്റെ ഇഷ്ടവും റസൂലുള്ളാഹിന്റെ ഇഷ്ടവും സെയ്ദ് പരിഗണിച്ചത് കൊണ്ടും മുഖവിലക്കെടുത്തത് കൊണ്ടുമാണ് എന്ന് മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തിയത് കാണുവാൻ സാധിക്കും. സെയ്ദ് റസൂലുള്ളാഹിന്റെ ഹിബ്ബാണ്, ഇഷ്ടഭാജനം. ഈ സെയ്ദിന്റെ മകനാണ് ഉസാമ. സെയ്ദ് ഉമ്മു ഐമൻ ദമ്പതികൾക്ക് ഉണ്ടായ മകനാണ് ഉസാമയും ഐമനും. ഐമനും റസൂലുള്ളാഹിന്റെ മൗലയാണ്. ഈ ഐമൻ നബിയോടൊപ്പം ഹുനൈൻ യുദ്ധത്തിൽ പങ്കെടുത്ത് ഷഹീദായി. ഉസാമ എന്ന കുട്ടി ജീവിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹിന്റെ വീട്ടിൽ കുരുന്നായിരിക്കെ വളർന്ന കുട്ടിയാണ് ഉസാമ. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉസാമയെ റസൂലുള്ളാഹിന്റെ ഒരു തുടയിലും റസൂലുള്ളാഹിന്റെ പേരക്കുട്ടി ഹസനെ മറ്റൊരു തുടയിലും ഇരുത്തിയിട്ട് റസൂലുള്ള പ്രാർത്ഥിക്കുമെന്നാണ്, അല്ലാഹുമ്മ ഇന്നി ഉഹിബ്ബുഹുമ ഫഅഹിബ്ബുഹുമ, അല്ലാഹുവേ ഈ കുട്ടികളെ ഞാൻ ഇഷ്ടപ്പെടുന്നു, അതുകൊണ്ട് നീ ഇവരെ ഇഷ്ടപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കാറുണ്ട്. ആയിഷമ്മ പറയാണ്, ഒരിക്കൽ ഉസാമയുടെ ചെറിയ കുട്ടിയല്ലേ, മൂക്കിൽ നിന്ന് മൂക്കുനീർ ഒലിച്ചു വന്ന്, അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളത് തുടച്ചു കൊടുക്കാൻ എഴുന്നേറ്റ്. അപ്പൊ ആയിഷ പറഞ്ഞു, റസൂലെ ഞാൻ തുടച്ചോളാം, നിങ്ങൾ തുടക്കല്ലേ. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മൂക്ക് വൃത്തിയാക്കിയിട്ട് ആയിഷ ഉമ്മയോട് പറഞ്ഞത്, യാ ആയിഷ ഇന്നി ഉഹിബ്ബുഹു ഫഅഹിബ്ബി, ഈ ഉസാമ അടിമക്കുട്ടിയാണ്. എന്നിട്ട് റസൂലുള്ള പറയണം, ആയിഷ ഈ കുട്ടിയെ ഞാൻ ഇഷ്ടപ്പെടുന്നു, അതുകൊണ്ട് നിങ്ങളും ഈ കുട്ടിയെ ഇഷ്ടപ്പെടണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ റളിയല്ലാഹു അൻഹയോട് പറയണ്ടായി എന്നാണ്. ഈ ഉസാമ വാപ്പാന്റെ മാതിരിയല്ല. വാപ്പ ബനു കെൽബ് ഗോത്രക്കാരനാണ്, നല്ല വെളുത്ത ശരീരാണ്. അറേബ്യൻ ഗോത്രത്തിൽ ബനു കെൽബ് ഗോത്രം. വാപ്പ വെളുത്തിട്ടാണ്, നല്ല തൂവെള്ള, നല്ല വെള്ള. കുട്ടി ഉസാമ വളരെ കറുത്തിട്ടാണ്, നല്ല കറുത്ത കുട്ടിയാണ്. അപ്പൊ അറബികൾ ഇങ്ങനെ പറയാൻ തുടങ്ങി വേണ്ടാത്ത വർത്തമാനങ്ങൾ. എന്താണിത്, വെളുത്ത വാപ്പ കറുത്ത കുട്ടി. അപ്പൊ ഈ സംസാരം ഉണ്ടായപ്പോ റസൂലുള്ളാഹിക്ക് ഒരു പ്രയാസം. അങ്ങനെ ഒരിക്കൽ ആയിഷമ്മ പറയാണ്, സെയ്ദും ഉസാമയും കിടക്കുകയാണ്. അവര് രണ്ടാളും ഒന്നിച്ച കിടക്കണ്, വാപ്പി മകനും. ഒരു പുതപ്പ് ഇങ്ങനെ മൂടിയിട്ടിട്ടുണ്ട്, മുഖം കാണുന്നില്ല, മേനിയും കാണുന്നില്ല, കാല് മാത്രമേ കാണുന്നുള്ളൂ. 4 കാല് ഇങ്ങനെ ഉണ്ട്, 2 വാപ്പാന്റെ 2 മകന്റെ. അപ്പൊ ഈ ശരീരം നോക്കിയിട്ട് ലക്ഷണം പറയുന്ന ഒരു ബനു മിദ്ലജ് ഗോത്രക്കാരനുണ്ട്, മുജസ്സസ് എന്നാണ് അയാളെ പേര്, മുജസ്സസ്. ഈ മുജസ്സസ് അതിലെ വന്ന് അങ്ങനെ അയാള് ഉസാമനും സെയ്ദിനും ശരീരം കണ്ടിട്ടില്ല, മുഖം കണ്ടിട്ടില്ല, കാല് മാത്രമേ കാണുന്നുള്ളൂ. അപ്പൊ അയാൾ പറഞ്ഞ്, ഒരു വെളുത്ത കാല്, കറുത്ത കാല്, പക്ഷെ രണ്ടും ഒരേ കാല്, ഒരു വാപ്പാന്റെയും മകന്റെയും കാല് പോലെ ഉണ്ട് എന്ന് പറഞ്ഞ്. ഇത് കേട്ടപ്പോ റസൂലുള്ളാഹിക്ക് വലിയ സന്തോഷായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് ആയിഷമ്മ പറയാണ്, എന്റെ അടുക്കലേക്ക് റസൂലുള്ള സ്പീഡിൽ വന്നിട്ട് സന്തോഷത്താൽ റസൂലുള്ള പറയാണ്, ആയിഷ നീ കേട്ടില്ലേ മുജസ്സസ് അൽ മിദ്ലജി പറഞ്ഞത്? ഉസാമയുടെയും സെയ്ദിന്റെയും കാല് കണ്ടിട്ട് പറഞ്ഞത് വാപ്പാന്റെയും മകന്റെയും കാല് പോലെ ഉണ്ട് എന്നാണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? അത് വാപ്പയും മകനാണ് എന്നുള്ളതാണ്. ഇത് ലക്ഷണം പറയലല്ല, പിന്നെയോ ഇത് ഭാവി പറയലല്ല. അത് നമ്മളെ മനസ്സിലാക്കണം. ഒരാളെ മുഖം കണ്ടിട്ട് അറബികൾ പറയും, ഇത് ജിന്ന ഗോത്രക്കാരനല്ലേ, ജിന്ന വാപ്പാന്റെ മകനല്ലേ, ഇങ്ങനെ പറയും. അത് പറയുന്നതിൽ കുഴപ്പമില്ല, അതിന് ഖയാഫ എന്നാ പറയാ. എന്നാ ഭാവി പറയും, ലക്ഷണം പറയും. ആര്? കൈനോട്ടക്കാർ, ഹസ്തരേഖാ ശാസ്ത്രജ്ഞന്മാർ, പണിക്കന്മാർ, അതേപോലെ തന്നെ ഗണികന്മാർ, ഭാവി പ്രവാചകന്മാർ, ഇവരൊക്കെ. അത് വിശ്വസിക്കാൻ പാടുള്ളതല്ല, അത് വിശ്വസിക്കൽ കുഫ്റാണ്. എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്?
മൻ അതാ കാഹിനൻ ഔ അറാഫൻ ഫസഅലഹു സുമ്മ സദ്ദഖഹു ബിമാ യഖൂൽ ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാൾ ജ്യോത്സ്യനെ, പണിക്കനെ, ഭാവി പ്രവാചകനെ സന്ദർശിച്ച് അയാൾ പറയുന്നത് വിശ്വസിച്ചാൽ മുഹമ്മദ് നബിക്ക് അവതരിപ്പിക്കപ്പെട്ട ദീനിൽ, ഖുർആനിൽ അയാൾ അവിശ്വസിച്ചു എന്നാണ്. അപ്പൊ നമ്മൾ ഈ പണിക്കന്മാർ, ഗണികന്മാർ, ശാസ്ത്രികൾ, അസ്മായിന്റെ പണിക്കന്മാർ, അവരൊക്കെ ഭാവി പ്രവാചകന്മാരാണ്. മനസ്സിലല്ലേ? ചില തങ്ങന്മാര്, ചില ബീവിമാര്, അതേപോലെ ജിന്നുമ്മമാര്, ഇതൊക്കെ ഭാവി പ്രവാചകന്മാരാ. ചിലര് കൈ നോക്കി പറയും, ചിലര് പിന്നെ മുഖം നോക്കി പറയും. അങ്ങനെ ഭാവി പറയുന്ന ആളുകൾ, അതൊക്കെ ശിർക്കൻ വിശ്വാസാണ്. കാരണം ഗൈബ് അറിയൽ അള്ളാഹ്ക്കാണ്, അദൃശ്യം അറിയൽ. ഖുൽ ലാ യഅലമു മൻ ഫിസ് സമാവാതി വൽ അർദിൽ ഗൈബ ഇല്ലല്ലാഹ്. ആകാശത്തിലും ഭൂമിയിലും ഗൈബ് അറിയുന്നവൻ, അദൃശ്യം അറിയുന്നവൻ അള്ളാഹ് മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഒരാൾക്കും അദൃശ്യം അറിയില്ല. ഭാവി പറയും, ലക്ഷണം പറയും എന്നൊക്കെ പറഞ്ഞു വരുന്ന ആളുകളെ നമ്മൾ വിശ്വസിക്കാൻ പാടുള്ളതല്ല. അത് തനി കുഫ്രാണ്. അതിനി തങ്ങളായാലും പെങ്ങളായാലും ജിന്നുമ്മയായാലും ആരായാലും പാടില്ല. അത് സൂക്ഷിക്കപ്പെടേണ്ട ഒരു സംഗതിയാണ്. ഇവിടെ ബനു മിദ്ലജ് ഗോത്രക്കാരൻ സെയ്ദിന്റെയും ഉസാമയുടെയും കാല് കണ്ടാ പറയണത് ഇത് ഒരേ കാലാണ് എന്ന്. അപ്പൊ റസൂലുള്ളാഹിക്ക് ഏറെ സന്തോഷായി. ഈ സെയ്ദ്, ഉസാമ, ഇവർ റസൂലുള്ളാഹിന്റെ മൗലമാരിൽ വളരെ പ്രസിദ്ധരാണ്. റസൂലുള്ളാഹി വിശിഷ്യ ഈ ഉസാമയെ ഏറെ ഇഷ്ടപ്പെട്ടിരുന്നു. അതിന്റെ ചില ഉദാഹരണം ഞാൻ പറഞ്ഞത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജ് ചെയ്തപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ലക്ഷത്തിൽ പരം ഹാജിമാരുണ്ട്. എല്ലാവരും റസൂലുള്ളാഹിനെ ഉറ്റു നോക്കുകയാണ്. എന്തിന്? റസൂലുള്ളാഹിന്റെ കർമ്മങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അറഫയാണ് മുസ്ദലിഫയിലേക്ക്. അപ്പൊ റസൂലുള്ളാഹിനെ ഫോളോ ചെയ്തിട്ടാണ് ഹാജിമാരൊക്കെ. അപ്പൊ റസൂലുള്ളാഹി എന്ത് ചെയ്തു? തന്റെ ഒട്ടകത്തെ സ്റ്റോപ്പാക്കി നിർത്തി. എന്നിട്ട് ബാക്കിലേക്ക് തിരിഞ്ഞിട്ട് ഒരാൾ വെയിറ്റ് ചെയ്യാണ്, ഒരാൾ വരുന്നത് കാത്തിക്കാണ്. അപ്പൊ അറബികളൊക്കെ വിചാരിക്കാണ്, ആരെ ഇപ്പൊ മുഹമ്മദ് ഈ കാത്തിക്കണത്, ആരെയാണ് റസൂലുള്ളാഹി കാത്തിക്കണത്? അവസാനം ഉസാമ വന്ന് അപ്പൊ റസൂലുള്ളാഹി എന്ത് ചെയ്തു? ഈ ഉസാമനെടുത്ത് റസൂലുള്ളാഹിന്റെ ഒട്ടകത്തിന്റെ ബാക്കിൽ വെച്ചിട്ട് യാത്ര തുടർന്നു. അപ്പൊ ഖുറൈശി നേതാക്കന്മാരൊക്കെ പറയാണ്, മുഹമ്മദ് ഈ കറുത്ത അടിമക്കുട്ടിക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇതുവരെ വെയിറ്റ് ചെയ്ത്, ഞങ്ങൾ ഇതുവരെ ഇവിടെ നിർത്തിയത് എന്ന് പറഞ്ഞ് അവർ സംസാരിക്കുകയുണ്ടായി എന്ന്. പക്ഷെ റസൂലുള്ളാഹി ആ ഉസാമക്ക് നൽകിയിരുന്ന സ്ഥാനാണ് അത് അറിയിക്കുന്നത്. ഇതേപോലെ മക്കയിലൊരു സംഭവം, മദീനയിലൊരു സംഭവം നടന്നു. അതെന്താ? ഖുറൈശി ഗോത്രത്തിന്റെ ഉപഗോത്രമായ ബനു ഖസ്അം ഗോത്രത്തിൽ ഒരു പെണ്ണ് മോഷ്ടിച്ച് അപ്പൊ ഇസ്ലാമിക ശിക്ഷാ കോടതിയുടെ വിധി മോഷ്ടിച്ചവന്റെ കൈവെട്ടണം എന്നാണ്. അപ്പൊ ആ പെണ്ണിന്റെ കൈവെട്ടാൻ വിധിക്കുക. പക്ഷേ ഈ കൈവെട്ട് ഒഴിവായി കിട്ടണം ഖുറൈശികൾക്ക്. അപ്പൊ റസൂലുള്ളാഹിനോടൊന്ന് ശുപാർശ പറയണം. അപ്പൊ ആര് ശുപാർശ പറഞ്ഞാൽ സ്വീകരിക്കും? അതിനെക്കുറിച്ച് അവർ സംസാരിക്കാൻ. അപ്പൊ ഖുറൈശികൾ പറയാണ്, നമുക്ക് ഉസാമയോട് സംസാരിക്കാം, ഉസാമ സംസാരിച്ചാൽ മുഹമ്മദ് നബി സ്വീകരിക്കും എന്ന് പറഞ്ഞ് ഉസാമ റളിയല്ലാഹു തആല അൻഹുവിനോട് അവര് സംസാരിച്ചു. ഉസാമ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിയോട് സംസാരിച്ചു. അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞു, അതശ്ഫഉ ഫീ ഹദ്ദിൻ മിൻ ഹുദൂദില്ലാഹി യാ ഉസാമ, ഉസാമ അള്ളാഹുവിന്റെ ശിക്ഷ നടപ്പിലാക്കാനുള്ളത് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണോ നിങ്ങൾ ശുപാർശ പറയുന്നത്? അങ്ങനെ പാടില്ല എന്ന് പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിലക്കുണ്ടായി. അപ്പൊ ഇതും അറിയിക്കുന്നത് എന്താ? ഉസാമ റളിയല്ലാഹു തആല അൻഹുവിന്റെ സ്ഥാനാണ്. കാരണം അദ്ദേഹം റസൂലുള്ളാഹിനോട് അത്രയും അടുത്തത് കൊണ്ടാണ് ഖുറൈശികൾ വന്നിട്ട് പറയുന്നത് ഉസാമയെ കൊണ്ട് ശുപാർശ പറയിക്കാമെന്ന്. ഉസാമയും അതേപോലെ തന്നെ സെയ്ദും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹിബ്ബുൽ ഹിബ്ബുമാണ്, ഇഷ്ടഭാജനമാണ്, ഇഷ്ടഭാജനത്തിന്റെ ഇഷ്ടഭാജനാണ്. അതുകൊണ്ട് തന്നെ ഹിബ്ബു റസൂലില്ല, ഹിബ്ബി റസൂലില്ല എന്നുകളിലാണ് സെയ്ദും ഉസാമയും ചരിത്രത്തിൽ പ്രസിദ്ധമാകുന്നത്. റസൂലുള്ളാഹിന്റെ മൗലമാരിൽ മറ്റു ഒരാളാണ് മിദ്അം അല്ലെങ്കിൽ കീർക്കിറ എന്ന് പറയുന്നത്. രണ്ടാളാണെന്നും ഒരാളെന്നും പറയപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഇവരുമായി ബന്ധപ്പെട്ട ചരിത്രമുണ്ട്. അതെന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ഒരു യുദ്ധത്തിൽ ഈ മൗല യുദ്ധത്തിൽ പങ്കെടുത്ത് റസൂലുള്ളാഹിന്റെ ഖിദ്മത്ത് ചെയ്യുക, യാത്രാവാഹനത്തെ തയ്യാറാക്കുക തുടങ്ങിയ ജോലിയാണ് അയാൾക്ക് ഉണ്ടായിരുന്നത്. യുദ്ധം കഴിഞ്ഞ്
തിരിച്ചു പോകാനുള്ള തയ്യാറെടുപ്പാണ്. അപ്പൊ ശത്രുപക്ഷത്ത് നിന്ന് അലക്ഷ്യമായി വന്ന ഒരമ്പ് ഈ കിർക്കമിന്റെ ശരീരത്തിൽ കൊണ്ടു. കിർക്കം അവിടെ വീണ് മരിച്ച്, കിർക്കിറ അല്ലെങ്കിൽ മിദ്അം അവിടെ വീണ് മരിച്ച്. അപ്പൊ എല്ലാവരും വന്ന് നോക്കിയിട്ട് പറഞ്ഞു, ഹനി അല്ലഹു ബിൽ ജന്ന. ഓ, കിർക്കിറ അല്ലെങ്കിൽ മിദ്അം യുദ്ധത്തിലാണല്ലോ മരിച്ചത്, അതുകൊണ്ട് സ്വർഗമുണ്ട് എന്ന് പറഞ്ഞ അദ്ദേഹത്തിന് മംഗളം ആശംസിച്ച്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സ്വർഗമല്ലുള്ളത്, നരകാണുള്ളത്. എന്താ കാരണം? കാരണം ഇന്ന ശംലതല്ലതി അഖദഹ ഖബ്ല അൽ ഖിസ്മ ഫഹുവ യശ്തഇലു അലൈഹി നാറ. റസൂലുള്ളാഹി യുദ്ധാർജിത സ്വത്ത് ഓരി വെക്കുന്നതിന് മുമ്പായിട്ട് ഈ കിർക്കിറ അല്ലെങ്കിൽ മിദ്അം യുദ്ധസ്വത്തിൽ നിന്ന് ഒരു പുതപ്പ്, ഒരു തുണി കവർന്നെടുത്തിരുന്നു. റസൂലുള്ളാഹി അറിയാതെ എടുത്തതാണ്. ഒരു തുണി. യുദ്ധക്കളത്തിൽ ശത്രുവിന്റെ അമ്പേറ്റ് മരിച്ചിട്ടും നരകമാണ്, സ്വർഗല്ല എന്ന് റസൂലുള്ളാഹി പറയാ. കാരണം എന്താ? യുദ്ധാർജിത സ്വത്ത് ഓരി വെക്കുന്നതിന് മുമ്പ് ഒരു പുതപ്പ് അയാൾ അറിയാതെ എടുത്തിട്ടുണ്ട്. അല്ല, റസൂലുള്ളാഹി അറിയാതെ എടുത്തിട്ടുണ്ട്. അബദ്ധത്തിൽ എടുത്തല്ല, സുബദ്ധായിട്ട് തന്നെ എടുത്തത്. പക്ഷേ ഓരിയക്കണിന് മുമ്പ് എടുത്തതാണ്, കവർന്നെടുത്തതാണ്. അതുകൊണ്ട് അത് അയാളുടെ ശരീരത്തിൽ കത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി മുന്നറിയിപ്പ് നൽകി. അത് തീയായിട്ട് കത്തുകയാണെന്ന് പറഞ്ഞു. ഇത് റസൂലുള്ളാഹി പറഞ്ഞപ്പോ എന്താ സംഭവിച്ചത്? ഓരോരുത്തർ ഓരോ ചെരുപ്പിന്റെ ബാറൊക്കെ എടുത്തിട്ടുണ്ടായിനി. ചിലർക്ക് ചെരുപ്പ് പൊട്ടീനി. അപ്പൊ അതിന്റെ ബാർ ഏക്കാൻ വേണ്ടിട്ട് ഒരു ബാറ്, 2 ബാറൊക്കെ എടുത്തീനി. അതൊക്കെ ഓരോരുത്തർ കൊണ്ടുവരാൻ തുടങ്ങി. അപ്പൊ റസൂലുള്ളാഹി പറയാണ്, ഷിറാഖുൻ ഔ ഷിറാഖാനി മിനന്നാർ. ഒരു ചെരുപ്പിന്റെ ബാറ്, 2 ചെരുപ്പിന്റെ ബാറ്, അതും നരകത്തീയിലാണ് എന്ന് പറഞ്ഞു. അപ്പോ ഇവിടെ നോക്കി നിങ്ങൾ, യുദ്ധത്തിൽ പങ്കെടുത്ത റസൂലുള്ളാഹിന്റെ ഖാദിമായ മൗലയായ മിദ്അം അല്ലെങ്കിൽ കിർക്കിറ ഒരു പുതപ്പെടുത്തത് അറിയാതെ കവർന്നെടുത്തതാ. അത് മരണാനന്തരം അയാളുടെ ശരീരത്തിൽ കത്തിക്കൊണ്ടിരിക്കുന്നു എന്നാ പറഞ്ഞത്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. നഊദു ബില്ലാഹ്. മനുഷ്യന്മാർക്ക് ഇന്നൊരു അസുഖമുണ്ട്, പ്രത്യേകിച്ച് കടകളിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക്, കൗണ്ടറിൽ ഇരിക്കുന്നവർക്ക് വലിവിന്റെ അസുഖം. കാശ് പോക്കറ്റിലേക്ക് വലിക്കുക. കെഫീലിന്, സ്പോൺസർക്ക്, മുതലാളിക്ക് വരേണ്ട കാശ് ഇവൻ കൗണ്ടറിൽ ഇരുന്നിട്ട് വലിക്കുക. എത്ര അപകടമാണിത്! മൻ ഗല്ല യഅതി ബിമാ ഗല്ല യൗമൽ ഖിയാമ. കവർന്നെടുത്തവൻ കവർന്നെടുത്തതുമായി അന്ത്യനാളിൽ വരുന്നതാണ്. മാത്രമല്ല, മരിച്ചാൽ അത് ശരീരത്തിൽ കത്തിക്കൊണ്ടിരിക്കുന്നതാണ്. റസൂലുള്ളാഹിന്റെ മൗല രക്ഷപ്പെട്ടിട്ടില്ല. റസൂലുള്ളാഹിക്ക് ഒരാൾ ഖാദിമാകാൻ എന്നാണ്, എത്ര ഭാഗ്യ! ആ ഖാദിമ രക്ഷപ്പെട്ടിട്ടില്ല ഒരു പുതപ്പിന്റെ വിഷയത്തിൽ. അപ്പൊ ആലോചിച്ചു നോക്കി നിങ്ങൾ. ഇതേപോലെ റസൂലുള്ളാഹിന്റെ മൗലമാരിൽ മറ്റൊരു പ്രധാനിയാണ് അബൂ മുവൈഹിബ. ഈ അബൂ മുവൈഹിബ അദ്ദേഹത്തിന്റെ ചരിത്രം എന്താണെന്നറിയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ അബൂ മുവൈഹിബയെ ഉറക്കുന്ന് വിളിച്ച്, രാത്രി ഉറക്കുന്ന് വിളിച്ച് എന്നിട്ട് പറഞ്ഞു, അബൂ മുവൈഹിബ, ബഖീ ഖബർസ്ഥാനിൽ ചെന്ന് അവർക്ക് വേണ്ടി അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടാൻ എന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ വരി എന്ന് പറഞ്ഞു. അങ്ങനെ അബൂ മുവൈഹിബ പറയാണ്, ഞാൻ റസൂലുള്ളാഹിനോടൊപ്പം പോയി. റസൂലുള്ള ഖബർസ്ഥാനിൽ ചെന്ന് ആ ഖബറാളികൾക്ക് വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്ത് റസൂലുള്ള ചില കാര്യങ്ങൾ സംസാരിച്ച്, എന്നിട്ട് റസൂലുള്ള പറയാണ് അബൂ മുവൈഹിബയോട്, യാ അബാ മുവൈഹിബ, ഇന്നി ഖദ് ഊതീതു മഫാത്തിഹു ഖസാഇനി ദുനിയ വൽ ഖുൽദി ഫീഹാ സുമ്മൽ ജന്ന ഫഖുയ്യിർതു ബൈന ദാലിക വബൈന ലിഖാഇ റബ്ബി വൽ ജന്ന. എന്താ? അബൂ മുവൈഹിബ ദുനിയാവിലെ മുഴുവൻ ഖജാനകളും സമ്പത്തും സുഖാസ്വാദനങ്ങളും തെരഞ്ഞെടുത്ത് ജീവിക്കാൻ, എന്നിട്ട് സ്വർഗം തെരഞ്ഞെടുക്കാൻ, അല്ലെങ്കിൽ അള്ളാഹുവിനെ കണ്ടുമുട്ടിയിട്ട് സ്വർഗം തെരഞ്ഞെടുക്കാൻ എനിക്ക് സ്വാതന്ത്ര്യം നൽകപ്പെട്ടിരിക്കുന്നു. 2 ചോയ്സാണുള്ളത്. ഒന്ന്, ദുനിയാവിൽ സുഖത്തിൽ ജീവിച്ച് പിന്നീട് സ്വർഗം, അല്ലെങ്കിൽ മരണം എന്നിട്ട് സ്വർഗം. രണ്ടാലൊന്ന് തെരഞ്ഞെടുക്കാൻ സ്വാതന്ത്ര്യം എനിക്ക് നൽകി എന്ന് റസൂലുള്ള മൗലയായ അബൂ മുവൈഹിബയോട് പറയാണ്. എന്നിട്ട് റസൂലുള്ള പറയാണ്, അബൂ മുവൈഹിബ റസൂലുള്ളയോട് പറയാണ്, റസൂലെ, എങ്കിൽ നിങ്ങൾ
ഖസായിന് ദുനിയാവിലെ മുഴുവൻ ഖജാനകളും തെരഞ്ഞെടുത്ത് പിന്നെ മരണം തെരഞ്ഞെടുത്തളയും എന്ന് പറഞ്ഞു. സ്വാഭാവികമാണ്, ദുനിയാവിൽ സുഖജീവിതം എന്നിട്ട് സ്വർഗം അത് തെരഞ്ഞെടുക്കാൻ പറഞ്ഞു. അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞില്ല, ഞാൻ തെരഞ്ഞെടുത്തത് അള്ളാഹുവിനെ കണ്ടുമുട്ടലും മരണമാണ്. ഇത് പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പിന്നെ ബഖീയിൽ നിന്ന് മടങ്ങുകയാണ്. അതിന്റെ അർത്ഥം എന്താ? റസൂലുള്ളാഹി മരിക്കാൻ സമയമായി, സ്വർഗത്തിൽ പോകാൻ സമയമായി. ഇത് അബൂ മുവൈഹിബയോട് പറഞ്ഞിട്ട് ബഖീയിൽ നിന്ന് മടങ്ങുമ്പോഴാണ് റസൂലുള്ളാഹി ശക്തമായ തലവേദനയിൽ അവിടെ വീണ്, ബഖീ ഖബർസ്ഥാനിൽ വീണ്. പിന്നീട് അബൂ മുവൈഹിബ താങ്ങിക്കൊണ്ടിരാണ് റസൂലുള്ളാഹിന്റെ വീട്ടിലേക്ക്. ആ രോഗത്തിൽ പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ തീർത്തും ശയ്യാവലംബിയായി. റസൂലുള്ളാഹി വഫാത്തായത് റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ചയാണ്. ഈ സംഭവം നടന്നത് സഫർ മാസത്തിന്റെ ഒടുവിലാണ്. ഇതിൽ പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ശയ്യാവലംബിയായി. പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ വഫാത്താവുകയാണ് ഉണ്ടായത്. ഇവിടെ അബൂ മുവൈഹിബ എന്ന റസൂലുള്ളാഹിന്റെ അടിമ മൗലയുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ചരിത്രമാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. ഇനി റസൂലുള്ളാഹിന്റെ മൗലമാരിൽ ഒരു പ്രധാനി, അത് മെഹ്റാൻ എന്ന് പറയുന്ന മൗലയാണ്. ഈ മെഹ്റാൻ, അയാൾക്കൊരു വിളിപ്പേരുണ്ട്, സഫീന എന്നാണ്. ഇയാൾക്ക് സഫീന എന്ന് റസൂലുള്ളാഹി പേരിട്ടതാണ്. കാരണം എന്താ? റസൂലുള്ളാഹിയും സഹാബത്തും ഒരു യാത്രയിലായിരിക്കെ എല്ലാവരും ഭാരം പേറി പോവുക. അപ്പൊ ഈ സഫീന എന്ത് ചെയ്ത്, വലിയൊരു തട്ടം വിരിച്ച് എല്ലാവരുടെ സാധനങ്ങളും അതിൽക്ക് വാങ്ങി. എന്നിട്ട് ഇതെന്ത് ചെയ്തു, മൂപ്പരെല്ലാവരുടെ ചുമട്ടും വഹിക്കാൻ തുടങ്ങി. അപ്പൊ അദ്ദേഹത്തെ ആശംസിച്ച് റസൂലുള്ളാഹി പറഞ്ഞതാണ്, അൻത സഫീന, നിങ്ങൾ സഫീനയാണ്. എന്താ സഫീന എന്നാണ് അർത്ഥം? കപ്പൽ എന്നാണ്. അപ്പൊ നിങ്ങൾ സഫീനയാണ് എന്ന് റസൂലുള്ളാഹി മൗലയോട് പറഞ്ഞു, ഈ അടിമയോട് പറഞ്ഞു. അതോടുകൂടി പിന്നെ മെഹ്റാൻ എന്നുള്ള പേര് അപ്രശസ്തായി. സഫീന എന്ന് അദ്ദേഹം വിളിക്കപ്പെടാൻ തുടങ്ങി. ഈ സഫീനയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ഒരു കറാമത്തിന്റെ ചരിത്രമുണ്ട്. അത് സഹിഹായി ഉദ്ധരിക്കപ്പെട്ട ചരിത്ര. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി. പിന്നെ കാലങ്ങൾ കഴിഞ്ഞു. മുസ്ലിമീങ്ങൾ റോമക്കാരോട് ഒരു യുദ്ധത്തിൽ ആ യുദ്ധത്തിൽ ഈ സഫീന സൈന്യത്തിൽ നിന്ന് വഴിതെറ്റി. അദ്ദേഹം ഒരു കാട്ടിലൂടെ, ഈ കുറ്റിക്കാട്ടിലൂടെ വഴിതെറ്റിപ്പോയി. സൈന്യത്തിൽ നിന്ന് തെറ്റി അദ്ദേഹം കുറ്റിക്കാട്ടിലൂടെ നടക്കുക. അപ്പൊ റോമയിൽ വെച്ച് അദ്ദേഹം ഇങ്ങനെ നടക്കുമ്പോ സഫീന പറയാണ്, ഞാനൊരു ഗർജനം കേട്ട്. ആ ഗർജനം ഒരു സിംഹത്തിൻ്റെതാണ്. അപ്പൊ മനുഷ്യച്ചൂരേറ്റ് സിംഹം ഞാൻ നിൽക്കുന്ന ഭാഗത്തേക്ക് ചീറ്റി വരികയാണ്, അത് കുതിച്ചു വരികയാണ്. അപ്പൊ സഫീന തനിച്ചുമാണ്. അപ്പൊ സഫീന, സിംഹം തന്റെ നേരെ വരുന്നത് കണ്ടപ്പോ എടുത്തെത്തി. അപ്പൊ സഫീന കൈകൊണ്ട് കാണിച്ച്. അറബികൾ സിംഹത്തിനെ അബുൽ ഹാരിസ് എന്നാ വിളിക്കുക. സിംഹത്തിനെ അറബികൾ അബുൽ ഹാരിസ് എന്നാ വിളിക്കുക. അപ്പൊ സഫീന സിംഹത്തിനെ ഇങ്ങനെ കാണിച്ചിട്ട് പറഞ്ഞു, അബുൽ ഹാരിസ് അന മൗല റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വകാന ലി മിനൽ അംരി കൈത വകൈത്. സിംഹത്തിനെ വിളിച്ചിട്ട് പറയാണ്, ഞാൻ അള്ളാഹുവിന്റെ റസൂലിന് സേവനം ചെയ്ത് ജീവിച്ച അടിമയാണ്. റസൂലുള്ളാഹിയോടൊത്ത് ഞാൻ ജീവിച്ചപ്പോൾ ഇന്നിന്ന കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് സഫീന പറഞ്ഞു. സഫീന പറയാണ്, ഞാൻ അള്ളാഹുവിന്റെ റസൂലിന്റെ അടിമയാണ്, മൗലയാണെന്ന് പറഞ്ഞ മാത്രയിൽ ചാടി വന്ന സിംഹം അവിടെ 4 കാലിൽ കുത്തി നിന്ന്, എന്നിട്ട് ഉയർത്തിയ വാല് താഴ്ത്തി, തല താഴ്ത്തി സിംഹം എൻ്റെ അടുത്തേക്ക് വന്ന്, എന്നിട്ട് എന്നെ തിരക്കി നടക്കാൻ തുടങ്ങി സിംഹം. അങ്ങനെ മുസ്ലിം സൈന്യത്തിലേക്ക് എന്നെ സിംഹം ഉന്തി എത്തിച്ചതിന് ശേഷം സഫീന പറയുകയാണ്, സിംഹം പിന്നെ എന്നെ തൊട്ട് അകലാൻ തുടങ്ങിയപ്പോ സിംഹത്തിനൊരു ഹംഹമത്തുണ്ടായിരുന്നാണ്, ഒരു മുരൾച്ച ഉണ്ടായിരുന്നു. സഫീന പറയാണ്, ഞാൻ സൈന്യത്തിലേക്ക് പോകുമ്പോ സിംഹം മുരണ്ടകന്ന്, ആ മുരൾച്ച സിംഹം എന്നോട്
വിടവാങ്ങൽ നടത്തുകയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അങ്ങനെ സിംഹം അദ്ദേഹത്തെ എത്തിച്ച് സിംഹം കാട്ടിലേക്ക് മടങ്ങിയെന്നാണ്. ഇത് റസൂലുള്ളാന്റെ മൗലയായ മെഹ്റാൻ എന്ന സഫീനയുടെ ചരിത്രത്തിലെ ഒരു പ്രധാന സംഭവമാണ്. ഈ സംഭവം ഇമാം അൽ മുൻദിരി അദ്ദേഹത്തിന്റെ തർഗീബ് തർഹീബിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി ഈ സംഭവം കുറ്റമറ്റതാണെന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ പറഞ്ഞു വരുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ അടിമകളെ കുറിച്ചാണ്, മൗലകളെ കുറിച്ചാണ്. അതിൽ ചിലരുടെ ചരിത്രം പ്രസിദ്ധമാണ്. സെയ്ദ്, ഉസാമ, ഐമൻ, അതേപോലെ കിർക്കിറ അല്ലെങ്കിൽ മിദ്അം, പിന്നെ അബു മുവൈഹിബ, പിന്നെ നമ്മളിപ്പോ സംസാരിച്ച മെഹ്റാൻ എന്ന സഫീന. ഇനി മറ്റൊരു ചരിത്രം ഷക്രാന്റേതാണ്. ഷക്രാൻ ഇവിടെ നമ്മൾ പലതവണ ആവർത്തിച്ച് പറഞ്ഞ പേരാണ് മുമ്പത്തെ ക്ലാസ്സുകളിൽ. റസൂലുള്ള വഫാത്തായപ്പോ റസൂലുള്ളാനെ കുളിപ്പിക്കുവാൻ നബി കുടുംബം തങ്ങളുടെ കൂടെ കൂട്ടിയത് ഈ ഷക്രാനെയാണ്. റസൂലുള്ളാനെ കുളിപ്പിച്ചതാരാ? ബനൂ ഹാഷിമാണ്. അവരാണ് റസൂലുള്ളാന്റെ അസബ്, അവരാണ് റസൂലുള്ളാനെ കുളിപ്പിക്കേണ്ടത്. പക്ഷേ അവർ ഷക്രാനെ കൂടെ കൂട്ടി. കാരണം റസൂലുള്ളാന്റെ ജീവിതത്തിൽ നിന്നൊരിക്കലും റസൂലുള്ളാ ദൂരപ്പെടുത്താത്ത കഥാപാത്രങ്ങളാണ് ഈ അടിമകൾ. അതുകൊണ്ട് തന്നെ അടിമകൾക്ക് റസൂലുള്ളാന്റെ ജീവിതത്തിലുള്ള സ്ഥാനം ബനൂ ഹാഷിമിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് ഷക്രാനെ പങ്കെടുപ്പിച്ചത്. അതേപോലെ റസൂലുള്ളാനെ ഖബറിലേക്ക് ഇറക്കി വെക്കാൻ ഖബറിലേക്ക് ഇറങ്ങി നിന്ന വ്യക്തിയാണ് ഷക്രാൻ, ബനൂ ഹാഷിമിനെ പോലെ തന്നെ. അതേസമയം മറ്റുള്ളവർ അബൂബക്കർ ആകട്ടെ, ഉമർ ആകട്ടെ, ഉസ്മാൻ ആകട്ടെ, പ്രമുഖ സഹാബികൾ ആരും ബനൂ ഹാഷിമിനോടൊപ്പം ഇതിൽ പങ്കെടുത്തിട്ടില്ല, ബനൂ ഹാഷിം പങ്കാളികളാക്കിയിട്ടില്ല എന്നുള്ളത് ശരിയാണ്. പക്ഷെ ഈ അടിമകൾ അതിൽ പങ്കെടുത്തിരുന്നു. അത് അവർക്കുള്ള സ്ഥാനം കൂടിയാണ് അറിയിക്കുന്നത്. പിന്നെ റസൂലുള്ളാന്റെ മറ്റൊരു അടിമയാണ് സൗബാൻ. സൗബാൻ റളിയല്ലാഹു തആല അൻഹുമായി ബന്ധപ്പെട്ട ചരിത്രം അത് സൂറത്ത് നിസായിലെ വമൻ യുതിഇല്ലാഹ വറസൂൽ ഫഉലൈക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബി വസ്സാലിഹീൻ എന്ന ആയത്തിന്റെ തഫ്സീറിൽ കാണാൻ സാധിക്കും. അതെന്താണ്? ഒരിക്കൽ സൗബാൻ വന്നിട്ട് പറയാണ് റസൂലുള്ളാനോട്, റസൂലേ, എൻ്റെ ശരീരത്തെക്കാൾ താങ്കളോട് എനിക്ക് ഏറ്റവും ഇഷ്ടമാണ്. എൻ്റെ മക്കളെക്കാൾ, കുടുംബത്തെക്കാൾ ഞാൻ നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട്. ഞാൻ നിങ്ങളുടെ സദസ്സ് വിട്ട് വീട്ടിൽ ചെന്നാൽ നിങ്ങളെ ഓർക്കുമ്പോൾ നിങ്ങളെ വന്ന് കാണാതെ എനിക്ക് ക്ഷമ കിട്ടണില്ല. അതുകൊണ്ട് വീട്ടിൽ നിന്ന് ഞാൻ പോരും. എന്നിട്ട് നിങ്ങളെ നോക്കി കണ്ടാലാണ് എനിക്ക് സഹി വരുന്നത്. പക്ഷെ ഇപ്പൊ എന്നെ അലട്ടുന്ന പ്രശ്നം, ഞാൻ എൻ്റെ മരണവും നിങ്ങളുടെ മരണവും ഓർക്കുകയാണ്. നമ്മളൊക്കെ മരിച്ചു പോകും. മരിച്ചാൽ നിങ്ങൾ സ്വർഗത്തിലാണ്. ഞാൻ സ്വർഗത്തിലെത്തിയാൽ തന്നെ നിങ്ങൾ സ്വർഗത്തിന്റെ ഉന്നതങ്ങളിലായിരിക്കും. നിങ്ങളുടെ ദറജയിൽ സ്വർഗത്തിൽ എനിക്ക് എത്താൻ ആയിക്കൊള്ളണമെന്നില്ല. ഈ ദുനിയാവിൽ കുറച്ച് സമയം നിങ്ങളെ കണ്ടിട്ടില്ലെങ്കിൽ സഹി വരണില്ല. അപ്പൊ നിങ്ങൾ സ്വർഗത്തിന്റെ ഉന്നതങ്ങളിൽ എത്തിയാൽ, ഞാൻ സ്വർഗത്തിലെത്തിയാൽ തന്നെ നിങ്ങൾ എപ്പോഴും കാണാൻ പറ്റൂല. അതിലെനിക്ക് സങ്കടമുണ്ട്, വേവലാതിയുണ്ട് എന്ന് പറഞ്ഞ് സൗബാൻ റസൂലുള്ളാന്റെ അടിമയാണ്. റസൂലുള്ളാനോട് സംസാരിക്കുമ്പോഴാണ് റസൂലുള്ള മൗനം ഭജിച്ചു. എന്ത് പ്രതികരിക്കും? ഒന്നും മിണ്ടിയില്ല. പക്ഷെ അള്ളാഹു ആകാശത്തിനുപരിയിൽ വെച്ച് പ്രതികരിച്ച്. എന്താ പ്രതികരിച്ചത്? അള്ളാഹു പറഞ്ഞു, വമൻ യുതിഇല്ലാഹ വറസൂൽ, അള്ളാഹുവേയും അള്ളാഹുവിന്റെ റസൂലിനെയും വല്ലവരും അനുസരിച്ചാൽ ഫഉലൈക അക്കൂട്ടർ മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ വഹസുന ഉലൈക റഫീഖ. അള്ളാഹുവെ അനുസരിച്ചവൻ, റസൂലിനെ അനുസരിച്ചവൻ, അള്ളാഹു അനുഗ്രഹിച്ച നബിമാരുടെയും സിദ്ദീഖീങ്ങളുടെയും ശുഹദാക്കളുടെയും സാലിഹീങ്ങളുടെയും കൂടെയായിരിക്കും. അവർ നല്ല കൂട്ടുകാരാണ് എന്ന് അള്ളാഹു അറിയിച്ചു. ആ ആയത്തിന്റെ ഇറക്കി ആ വിഷയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത് സൗബാന്റെ വിഷയത്തിൽ അവതരിപ്പിച്ച ആയത്താണ് എന്ന് തഫ്സീറുകളിൽ കാണാൻ സാധിക്കും. അപ്പൊ സൗബാനോട് പറയാണ്, വിഷമിക്കണ്ട, ദുഃഖിക്കേണ്ട, അള്ളാഹുവിനനുസരിച്ച് ജീവിക്കുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ അനുസരിച്ച് ജീവിക്കുക, എങ്കിൽ നബിയോടൊപ്പം സ്വർഗത്തിൽ ഇടം കാണാം. തിരുനബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോടൊപ്പം
മറ്റു നബിമാരോടൊപ്പം, സിദ്ദീഖീങ്ങളോടൊപ്പം, ഷഹീദുമാരോടൊപ്പം, സാലിഹീങ്ങളോടൊപ്പം സ്വർഗരാജ്യത്തിൽ ഇടം കാണാം എന്നാണ് ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല സൗബാൻ റളിയല്ലാഹു അൻഹുവിന്റെ വിഷയത്തിൽ അറിയിക്കുന്നത്. അപ്പൊ റസൂലുള്ളാഹിന്റെ മൗലമാരിൽ സൗബാനെ കുറിച്ചാണ് ഇവിടെ നമ്മൾ ഉണർത്തിയത്. റസൂലുള്ളാഹിന്റെ മൗലമാരിൽ പ്രസിദ്ധയാണ് റസൂലുള്ളാഹിന്റെ ആയയും റസൂലുള്ളാഹിന്റെ വളർത്തുമ്മയുമായ ഉമ്മു ഐമൻ റളിയല്ലാഹു തആല അൻഹ. ഉമ്മു ഐമന് റസൂലുള്ളാഹിന്റെ ജീവിതത്തിലുണ്ടായ സ്വാധീനവും സാമീപ്യവും അത് മറ്റൊരാൾക്കും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. റസൂലുള്ളാഹിന്റെ ഉമ്മ, ഞാൻ ഇതിനു മുമ്പ് ഇതിനെക്കുറിച്ച് ഉണർത്തിയിരുന്നു. റസൂലുള്ളാഹിന്റെ ഉമ്മ 6-ാം വയസ്സിൽ മരണപ്പെടുമ്പോൾ ഉമ്മയും റസൂലും ഈ ഉമ്മു ഐമനുമാണ് മദീനക്കടുത്തുള്ള അബവ എന്ന് പറയുന്ന സ്ഥലത്ത്. റസൂലുള്ളാഹിന്റെ ഉമ്മ മരിച്ച് ആ ഉമ്മയെ അബവായിലാണ് മറമാടുന്നത്. പിന്നീട് റസൂലുള്ള 6 വയസ്സുള്ള കുട്ടിയാണ്. ആ കുട്ടി തനിച്ചാകുന്നതും ഒറ്റപ്പെടുന്നതും ഈ ഉമ്മു ഐമനോടൊപ്പമാണ്. അപ്പൊ നമ്മുടെ പ്രവാചകന് 6 വയസ്സുള്ള കുട്ടി തന്റെ മുമ്പിൽ കാണുന്ന സ്ത്രീ ആരാണ്? വാത്സല്യനിധിയായ ഉമ്മ മരിച്ച് പിന്നെ റസൂലുള്ളാഹിന്റെ കൂടെ ആരാ ഉള്ളത്? ഈ ഉമ്മു ഐമനാണുള്ളത്. ആ ഉമ്മു ഐമനാണ് റസൂലുള്ളയെ അബവായിൽ നിന്ന് ഏറ്റെടുത്ത് മക്കയിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പൊ ആ യാത്രയിൽ ഉമ്മു ഐമനും റസൂലുള്ളയും തമ്മിലുള്ള ആ ബന്ധം എത്രയായിരിക്കും? എന്തെല്ലാം വിഷയങ്ങൾ അവർ തമ്മിൽ ഉണ്ടായിരിക്കും? ഏതെല്ലാം രീതിയിൽ ഉമ്മു ഐമൻ നമ്മുടെ ഹബീബിനെ സമാശ്വസിപ്പിച്ചിരിക്കും? ഏതെല്ലാം വചനങ്ങൾ പറഞ്ഞ് റസൂലുള്ളയെ ആശ്വസിപ്പിക്കുവാൻ ഉമ്മു ഐമൻ മാർഗം കണ്ടിരിക്കും? അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഉമ്മു ഐമന് സ്വർഗം നൽകി അവരെ ആദരിക്കുകയാണ്. ഉമ്മു ഐമൻ റസൂലുള്ളാഹിന്റെ ബാല്യത്തിൽ റസൂലുള്ളയോട് സഹവസിച്ചു, യൗവനത്തിൽ സഹവസിച്ചു, റസൂലുള്ളാഹിന്റെ വാർദ്ധക്യത്തിൽ സഹവസിച്ചു. തിരുനബി വിയോഗ മരണപ്പെടുന്ന നാളിലും ഉമ്മു ഐമൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഈ ഒരു പ്രത്യേകത ഒരു സ്ത്രീക്കും നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ടിട്ടില്ല, ഉമ്മു ഐമന് മാത്രമാണ്. അതുകൊണ്ടാണ് റസൂലുള്ള വഫാത്തായി അബൂബക്കറും ഉമറും റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷം സംസാരിക്കണം, നമുക്ക് ഉമ്മു ഐമന്റെ അടുക്കലേക്ക് പോകാം. എന്തുകൊണ്ടാണ് പോകാന്ന് അറിയണത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അവരെ ഇടക്കിടക്ക് ചെന്ന് സന്ദർശിക്കും, വയസ്സയിക്കണ്, അവരെ ആശ്വസിപ്പിക്കും. തിരുനബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് ഖിദ്മത്ത് ചെയ്യും. അപ്പൊ ആ ദൗത്യം ഏറ്റെടുത്തിട്ടാണ് അബൂബക്കറും ഉമറും പോണത്. അങ്ങനെ ഉമ്മു ഐമന്റെ അടുക്കൽ ചെല്ലുമ്പോ ഉമ്മു ഐമൻ കരയാണ്. അപ്പൊ അവരെ ആശ്വസിപ്പിക്കുവാൻ അബൂബക്കറും ഉമറും വചനങ്ങൾ അന്വേഷിക്കുകയാണ്. എന്താ പറയാ? ഉമ്മു ഐമൻ കരയാണ് റസൂലുള്ളാഹിന്റെ വിയോഗത്തിന് ശേഷം. അപ്പൊ അബൂബക്കറും ഉമറും പറഞ്ഞത്, ഉമ്മു ഐമൻ, അള്ളാഹുവിന്റെ റസൂലിന് ഈ ദുനിയാവിലെ ജീവിതത്തെക്കാൾ റസൂലുള്ള പോയിട്ട് സ്വർഗത്തേക്കല്ലേ, സ്വർഗല്ലേ നല്ലത്, നിങ്ങൾ എന്തിനാണ് കരയുന്നത്? അപ്പൊ ഉമ്മു ഐമൻ ആശ്വസിച്ച് പറയാണ്, റസൂലുള്ള സ്വർഗത്തിൽ പോയതിൽ ഞാൻ കരയണില്ല, എനിക്കതിൽ വിഷയമല്ല. പക്ഷേ വഹയ് നിലച്ചല്ലോ, വഹയ് നിലച്ചല്ലോ, അതിലാണ് ഞാൻ കരയുന്നത് എന്ന് പറഞ്ഞ് ഉമ്മു ഐമൻ തന്റെ വികാരം അപ്രകാരം പ്രകടിപ്പിച്ചു എന്നാണ് ചരിത്രത്തിലുള്ളത്. സഹിഹായി ഉദ്ധരിക്കപ്പെടുന്ന ചരിത്രമാണ്. ഉമ്മു ഐമനുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങൾ അത് കുറെ ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണുവാൻ സാധിക്കും, ഹദീസുകളിൽ കാണാൻ സാധിക്കും. റസൂലുള്ള ഉമ്മ ഉമ്മ എന്ന് വിളിച്ചാണ് ഈ ഉമ്മു ഐമന്റെ പിന്നാലെ നടന്നിരുന്നത് എന്നാണ്. റസൂലുള്ള മുൻകൈയെടുത്താണ് ഈ ഉമ്മു ഐമന് സെയ്ദ് റളിയല്ലാഹു അൻഹുവിന് കല്യാണം കഴിച്ചു കൊടുത്തത്. സെയ്ദ് ഉമ്മു ഐമൻ ദമ്പതികളിലാണ് ഉസാമയും ഐമനും കുട്ടിയുണ്ടായത്. ഉസാമയെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഐമൻ എന്ന കുട്ടി അദ്ദേഹം റസൂലുള്ളയോടൊപ്പം ഹുനൈൻ യുദ്ധത്തിൽ പങ്കെടുത്തു. ഹുനൈൻ യുദ്ധത്തിലാണ് ഉമ്മു ഇതാവുകയുണ്ടായത്. റസൂലുള്ളാന്റെ അടിമകളെ കുറിച്ചും അതേപോലെ തന്നെ റസൂലുള്ളാന്റെ മൗലാത്തായ ഉമ്മു ഐമനെ കുറിച്ചുമാണ് നമ്മളിവിടെ ഏതാനും കാര്യങ്ങൾ സംസാരിച്ചത്. ഇൻഷാ അല്ലാഹ് നബി ചരിത്രത്തിൽ മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗം അടുത്ത ക്ലാസ്സിൽ തുടർത്തി സംസാരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും എല്ലാവിധ നന്മകൾക്കും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ തൗഫീഖ് അള്ളാഹു നമ്മളെ എല്ലാവരെയും തുണക്കുമാറാവട്ടെ. അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുവാനുള്ള ഐരാരോഗ്യം
അള്ളാഹു നമുക്കെല്ലാവർക്കും ഏറ്റി നൽകുമാറാവട്ടെ. നമ്മുടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വഅലി വസല്ലമ തങ്ങളോടൊപ്പം സ്വർഗത്തിന്റെ ഉന്നതങ്ങളിൽ ഒരിടം നേകി അള്ളാഹു നമ്മളെ എല്ലാവരെയും ആദരിക്കുമാറാവട്ടെ. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.